ഷിനിഗാമി സ്റ്റുഡിയോസ്, അല്ലെങ്കിൽ സാംസ്കാരിക വേവ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ബ്ലിപ്പപ്പിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ കാലമായി ചർച്ചയിലുള്ള ഒരു കാര്യമാണ്. ഓൾഡ് ആനിമെ വേഴ്സസ് ന്യൂ ആനിമേ. ഓൾഡ് ജനറേഷൻ വേഴ്സസ് ന്യൂ ജനറേഷൻ. ഓൾഡ് ആനിമേ ന്യൂ എന്ന് മാത്രമല്ല, ആനിമേഷൻ സ്റ്റൈല്, അതുപോലെ നിലവിലെ ഫാൻഡം കുഴപ്പമില്ല. രണ്ടിലെ വ്യത്യാസങ്ങളും രണ്ട് ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ നറൂട്ടോ എൻജോയ് ചെയ്തൊരു ജനറേഷൻ, അടുത്ത സെറ്റ് ഓഫ് ജനറേഷൻ പറയുന്നത് നറൂട്ടോ വാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, എല്ലാവരും അല്ല. അപ്പോൾ എന്തുകൊണ്ട്, എങ്ങനെ, വൈ ഡു പീപ്പിൾ ഫൈൻഡ് ദാറ്റ് ഡിസ്പാരിറ്റി മുതലായ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ പാനൽ അല്ലെങ്കിൽ ഗസ്റ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഗൗരിശങ്കർ, വി ഹാവ് ആദിൽ, വാണിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പോഡ്കാസ്റ്റിലെ സ്ഥിരം പ്രസന്നത നിറയ്ക്കുന്ന മനുഷ്യൻ ജുബൈർ ഖാൻ, കൊല്ലത്തിന്റെ മുത്തുമണി, കൊല്ലത്തിന്റെ കണ്ണോമന, കണ്ണിലുണ്ണി. FFCയിലുള്ളവർക്ക് അറിയാം കൊല്ലത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. അത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മുത്തുമണിയിൽ ഒതുക്കുന്നു. മുത്തുമണി നീ പറയൂ, എന്താണ് വാട്ട് ഡിസ്പാരിറ്റി ഡു യു ഫൈൻഡ്? അല്ലെങ്കിൽ ഞാൻ സ്പെസിഫിക് ചോദ്യം ചോദിക്കാം. ഈ ന്യൂ ജനറേഷൻ ആനിമെ കണ്ടു തുടങ്ങിയവർക്ക്, എസ്പെഷ്യലി ഈ ഒരു ഡീമൺ സ്ലെയർ പോലെയുള്ളൊരു എപ്പിക് വിഷ്വൽ ഇതുള്ള ഒരു ആനിമെ കണ്ടു തുടങ്ങിയവർക്ക്, വെൻ ഇറ്റ് കംസ് ടു ആനിമേസ് ലൈക്ക് എന്താ പറയുക, ഡ്രാഗൺ ബോൾ സി അല്ലെങ്കിൽ നറൂട്ടോ, ദേ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഡൈജസ്റ്റ്. എന്തുകൊണ്ട്? ഒരുപാട് കണ്ടന്റ് ഇപ്പോൾ, അതായത് പണ്ട് നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും ആകെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഒരു ശതമാനമായിരുന്നു. നമ്മൾ ഏതൊരു ആനിമേഷൻ ആണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും ഒരുപാട് നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് ഒരു നോർമലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കും നമ്മളെ മൈൻഡിൽ. അപ്പം ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആനിമേ കാണുമ്പോഴത്തേക്ക് ഒരാൾക്കൊരു ഇത് ആനിമേഷൻ, ഇതെന്താ ഇങ്ങനെയൊക്കെ ഈ ഒരു തോന്നലുണ്ടാവും. കാരണം ഇപ്പം ഒരു സീരീസ് കാണുന്ന ഒരാൾ, ഈ സീരീസ് കാണുന്ന ഒരാൾ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരെ തന്നെയാണ്. അവർ മറ്റേ പെട്ടെന്ന് ആ മനുഷ്യൻ എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ നിന്നൊരു ആനിമേഷൻ ഒരു ക്യാരക്ടറുകൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ആളിനെ അല്ല അവിടെ കാണുന്നത്. അതായത് നമുക്ക് ആ ഒരു അങ്ങനെ ഒരു റിയാലിറ്റിയിൽ ഒരു മനുഷ്യനില്ല, അതൊരു നടനൊരു സെലിബ്രിറ്റി അല്ല. അങ്ങനെ ഉള്ള ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് ക്യാരക്ടറിന് നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കും, നോവൽ വായിക്കുമ്പോൾ ആ ക്യാരക്ടർ നമ്മൾ കാണുന്നില്ല. അതുപോലെ നമ്മളൊരു ആനിമയ്ക്കകത്തുള്ള ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴത്തേക്കും, ഒരാളിനെ നമ്മൾ കാണുന്നില്ല, ഇവിടെ നമ്മളൊരു ക്യാരക്ടറിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ചെറിയ കല്ലുകടി തോന്നും. ഫസ്റ്റിൽ കമ്മിറ്റ് നമ്മൾ ആദ്യത്തെ ആനിമ ഉള്ള കാര്യമുള്ള ശ്രദ്ധിച്ചാൽ മതി. അത് കഴിയുമ്പോൾ ഇത് നമുക്ക് നോർമലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കും ഇല്ലേ. ഇപ്പം നമ്മൾ എടുത്തു വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡ്രാഗൺ ബോൾ സിയിലുള്ള ക്യാരക്ടറിനെ വരച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ചോദ്യം വരും. ഒരു ചോദ്യമാണത്. ഇപ്പം നരൂട്ടോയിലോ അല്ലെങ്കിൽ വൺ പീസിലോ ഒക്കെ വരച്ചിരിക്കുന്നത്, വൺ പീസിലുള്ളത് വളരെ കാർട്ടൂണിഷ് ആണെന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, അല്ലെങ്കിൽ വളരെ ഇച്ചിരി കോമിക്കലാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് അന്ന് കണ്ടപ്പോൾ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ കാണുന്ന ആനിമേഷൻ എന്ന് പറയുമ്പോൾ അത്ര ആനിമേഷൻ നമുക്ക് കൺട്രോൾ ആവും. ഇറ്റ് ക്യാൻ എയ്തർ ബി എക്സ്പോഷർ ടു ഡിഫറെൻറ്റ് മീഡിയാസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമേഷൻസ്. ഇറ്റ് ക്യാൻ ബി ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് ഇതിനകത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ ബ്രെയിൻ റോട്ട് ആവാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എക്സ്പോഷർ അന്ന് കുറവായിരുന്നു ഇന്ന് കൂടുതലായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ള പുതിയ ആനിമേ കാണുന്ന ആൾക്കാർക്ക് പഴയ ആനിമേഷൻ മോശമായിട്ടും പുതിയ ആനിമേഷൻ നല്ലതായിട്ടും തോന്നാനുള്ള കാരണം ഇതായിരിക്കും. ഇപ്പം നമ്മളിപ്പം പറയുകയാണെങ്കിലേ ഒരു ആസ്ട്രോ ബോയോ അല്ലെങ്കിൽ ഒരു പഴയ ആനിമേഷൻ, ഒരു 1960-ലെ 50-ലേക്ക് ഒരു 70-ലേക്ക് ഒരു ആനിമേഷൻ, പഴയ മിക്കി മൗസിൻ്റെ ആനിമേഷൻ കാണുമ്പോൾ നമുക്ക് മോശമായിട്ട് തോന്നും ഇവിടെ ഇല്ല. ഇതെന്താ ഇങ്ങനെ ആനിമേഷൻ, ഒരു FPS കുറവ്, മൂവ്മെൻറ്റിനൊരു കറക്റ്റ്നെസ് ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന നരൂട്ടോയും ഡ്രാഗൺ ബോളൊക്കെ എത്ര മികച്ചതാണ്, അഡ്വാൻസ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ജനറേഷൻ അന്നത്തത് പഴയതായിട്ട് ഇപ്പോഴത്തെ പുതിയതായിട്ട് തോന്നുന്നു. വേറെ ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഇതേ ജനറേഷനിൽ തന്നെ പഴയ അനിമയാണ് നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ലൈക്ക് ഇപ്പത്തെ അനിമയ്ക്ക് സോളില്ല, ജിത്സു കേസും പോരാ, വൺ പീസ് പോരാ, പണ്ടത്തെ അനിമയാണെങ്കിൽ നല്ലതായിരുന്നു. വൺ പീസ് പഴയ അനിമയാണ്. ഇപ്പത്തെ അനിമേഷൻ ഇപ്പത്തെ കരളി ഓൺഗോയിങ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ പഴയ എപ്പിസോഡായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് അനിമേസ് അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് അനിമ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി
കോട്ടപ്പ് ചെയ്യാനും കൂടി പറ്റാത്ത രീതിക്ക് ഒരുപാട് അനിമേസ് വരുന്നുണ്ട്. അതും ഒരു ലോഡ് ഇസെക്കൈസ് വരുന്നുണ്ട്, ഒരു ലോഡ് ഷോണൻസ്. ഇതൊന്നും കണ്ടു തീർക്കാനും കൂടി പറ്റുന്നില്ല. പലതും അറിയുന്നില്ല, ഇല്ല പലതും ഒരാൾക്കും അറിയത്തില്ല. ആക്ച്വലി പണ്ടും ഇത്ര ആനിമേസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കുറവായിരുന്നു. നമുക്ക് മറ്റേ ഈ ചാനൽസിലൂടെ വരുന്ന കാണുന്നത് പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, പല പല വെബ്സൈറ്റ്സ്, പല ആപ്ലിക്കേഷൻസ്. അതൊരു ഡിഫറൻസ് ഉണ്ട്. വേറെ സംഭവമുണ്ട്. ഇതിപ്പോൾ ഒരു ആനിമേ, പണ്ടൊരു ആനിമേ ഉണ്ടല്ലോ, അതിൻ്റെ സീസൺ 2 അല്ലെങ്കിൽ സീസൺ 3 വരുമ്പോൾ ഓക്കെ സീസൺ 2 വരുന്നുണ്ട്, കാണാം. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം അതുമില്ല. നിനക്കൊരു ചോദ്യം തരാം. ഓക്കെ, നീ ഇത്രയും പറഞ്ഞോട്ടെ. സോ ലൈക്ക് അത് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ജുബൈർ പറഞ്ഞ കേസാണ്. അതായത് പണ്ടത്തെ പല ആനിമേസും ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. ആൻഡ് സം ഓഫ് ദ മെനി ഓഫ് ദ ന്യൂ ആനിമേസ് ആർ നിയറിങ് ഇറ്റ്സ് എൻഡ്. അല്ലെങ്കിൽ ഇപ്പൊ ജെജെക്ക് തീർന്നു, ബ്ലാക്ക് ക്ലോവർ ഇസ് നിയറിങ് ഇറ്റ്സ് എൻഡ് മാങ്കയിലെ. മൈ ഹീറോ അക്കാഡമി തീർന്നു, ബ്ലാക്ക് ക്ലോവർ അക്കാഡമിയുടെ മറ്റേ അടുത്ത ഒരു സ്പിൻ ഓഫ് വിജിലാൻഡി, അത് ആക്ച്വലി ഇപ്പൊ റണ്ണിങ് ആണ്. അത് ആണ്. സോ അത് തമ്മിലുള്ളൊരു എന്താ ഇത് എനിക്ക് പറയാൻ തന്നെ ഉള്ളത്. അത് എന്തുകൊണ്ട് ഇപ്പോഴും. ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ജെജെക്ക് ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും വൺ പീസിന്റെ ഹേറ്റേഴ്സ് ഉണ്ടായത് വൺ പീസിന്റെ ഫാൻസ് കാരണം. ഓക്കെ, അപ്പൊ എങ്കിൽ പോലും വൺ പീസ് ആൾക്കാർ ഇപ്പോഴും കാണാൻ റെഡിയാണ്, അല്ലെങ്കിൽ ദേ ടേക്ക് ഇറ്റ് ടു ദെയർ ഹാർട്ട്സ്. വൈ? എന്തുകൊണ്ട്? സ്റ്റോറി ഉണ്ട് ഇപ്പോഴും. ഓക്കെ, ജെജെക്കിലുണ്ട്, ബട്ട് അവസാനമായപ്പോഴത്തേനും അത് റഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൺ പീസ് റഷാണ്, മാങ്ക വല്ലാണ്ട് റഷാണ്. ഇപ്പോൾ മാങ്ക റഷാണ്, ആനിമേ റഷാണ്. കാരണം ആനിമേറ്റ് ഡബിങ് ആർട്ടിസ്റ്റാണ്. മാങ്ക റഷാണ്. മാങ്ക ഈ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് ഭയങ്കര റഷ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സ്റ്റോറിക്കനുസരിച്ച് റഷ് ആവേണ്ടതാണ്. എനിക്കങ്ങനെ വൺ പീസ് മാത്രമല്ലല്ലോ, വേറെ പലതും. ഇപ്പം ഡിറ്റക്റ്റീവ് കോണാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എത്രയോ 1600 വൺ പീസിനേക്കാൾ കൂടുതലുണ്ട്. ലൈക്ക് എനിക്കായിട്ട് പറയാൻ പറ്റില്ല. മേ ബി ദേ ഹാവ് ദ റീസൺസ്. സ്റ്റോറി ഉണ്ടാവാം, ചിലപ്പോൾ സ്റ്റോറി ഇല്ലാതെ ലൈക്ക് പോക്കിമോൺ പോലെ ഒരു പുതിയ വില്ലൻ വരുന്നു, അല്ലാതെ ഇപ്പോൾ ഒരു സംഭവം വരുന്നു, അതിനെ ഡിഫീറ്റ് ചെയ്യുന്നു, നമ്മൾ ഇതിലെന്തോ കണ്ടുപിടിച്ചു, ഒരു മോട്ടോ കണ്ടുപിടിച്ചു, ആ രീതിക്ക് റൺ ചെയ്യുന്ന കുറേ ആനിമീസ് ഉണ്ട്. അതിപ്പോൾ ഒരു കംപ്ലീറ്റ് എല്ലാം കൂടി കവർ ചെയ്തിട്ട് സ്റ്റോറി ആവുന്നില്ല എന്നുണ്ടെങ്കിലും പുതിയ പുതിയ സ്റ്റോറി അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അതിൽ നിന്ന് മിൽക്കാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന്. ആ രീതിക്ക് വർക്ക് ചെയ്യുന്ന കുറേ ആനിമേസ് ഉണ്ട്. ഡിക്റ്റേറ്റീവ് കോണാനൊക്കെ ആ രീതിക്ക് പോകുന്നതാണ്. ലൈക്ക് ഒരു ആർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൊത്തത്തിലായിട്ടൊരു സ്റ്റോറി അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയനിൽ പണ്ടത്തെ ആൾക്കാർക്ക് പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ലൈക്ഡ് എലോബറേറ്റ് സ്റ്റോറീസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇങ്ങനെ സാധനം തീരണം. ഈ പറഞ്ഞ പഴയ ആനിമകൾ പ്രസന്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഈ പറഞ്ഞ ജപ്പാനിൽ തന്നെ അവര് ബുക്കുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. മെർച്ചൻഡൈസ് ഉണ്ട്. അപ്പോഴങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് എണ്ണം കൂടുതലാണ്. TRP റേറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നഷ്ടമോ അല്ലെങ്കിൽ ലാഭത്തിലുള്ള കുറവോ സംഭവിച്ച് സ്റ്റോക്സ് ഇടിയാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ്. ഇത് അതായത് ഒന്ന് ഈ ഇവളിപ്പം പറഞ്ഞു ഒരുപാട് ആനിമൽ പണ്ടും ഉണ്ടെന്ന്, പക്ഷെ ഇന്നത്തെ അത്രയും ഇല്ല. ഇന്ന് കൺസംഷൻ റേറ്റും ഭയങ്കര കൂടുതലാണ്. കൺസംഷൻ റേറ്റും കൂടുതലാണ്. നമ്പർ ഓഫ് ആനിമേ ദാറ്റ് റിലീസ്ഡ് ഇൻ എ സിംഗിൾ സീസൺ ഇസ് വെരി. നമ്പർ ഓഫ് ആനിമേസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഇൻട്രോവേർട്സും കൂടുതലുണ്ട്, പ്രൊപ്പോർഷണലി കൂടുതലുണ്ട്. അത് കമ്പാരിറ്റീവ്ലി നമ്മുടെ പഴയ ഡേറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കീബോർഡ് വാരിയേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കീബോർഡ് വാരിയേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്, ഇൻട്രോവേർട്സിന്റെ എണ്ണം കൂടുന്നുണ്ട്. അതൊക്കെ കൂടുന്നുണ്ട്. ഈ ഒരു സംഭവം എന്തുകൊണ്ട് പഴയ ആനിമേസ് ഇപ്പോഴും റണ്ണിങ് ആവുന്നു എന്നുള്ളൊരു സംഭവത്തിന് ഒരു സംഭവം പറഞ്ഞ പോലെ അതിനെ ഏറ്റവും കൂടുതൽ മിൽക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നിലവിലൊരു സ്റ്റോറി ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മൊത്തം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ്.
ഒറ്റ സെക്കൻഡ് JJK അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ബ്ലാക്ക് ക്ലോവർ ഇതെല്ലാം സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ദർ ഈസ് ഗോയിങ് ടു ബി ആൻ എൻഡ്. ഈ ഒരു ആൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് ആവുമെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. ബ്ലാക്ക് ക്ലോവർ ആയാലും JJK ആയാലും ഒരു ഐഡിയ ഉണ്ടല്ലോ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് സ്റ്റോറി ലൈൻ ഉള്ളത് വൺ പീസിനാണ്. പക്ഷേ അത് നല്ല പുള്ളിക്കാരൻ കൊണ്ടു നടന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അതാണ് എലാബറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വൈ ദേ ആർ നോട്ട് എലാബറേറ്റിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് പീപ്പിൾ അങ്ങനെയല്ല, ആൾക്കാർ ഭയങ്കര തോട്ട് ഔട്ട് ആയിട്ടാണ് ഒരു ആനിമേ ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെ ഒരു സാധനം എത്തണം എന്നുള്ള ഭയങ്കരമായിട്ട് ആലോചിച്ച് ക്രിയേറ്റീവ്ലി എത്തിച്ചിട്ടായിരുന്നു അവരന്ന് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഐ ബിലീവ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് എങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് എൻഡിങ് കൊണ്ടുവരാൻ പെട്ടെന്നുള്ള അത് വ്യത്യാസമില്ല. കാരണം ഈ വൺ പീസ് തന്നെ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ജയാർക്കും അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ സ്കൈപ്പ് കഴിയുമ്പോൾ നിർത്തണമെന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിൽ നിന്ന് പിന്നെ ഇത് എലാബറേറ്റഡ് ആയിട്ട് പോവുകയാണ്. അതിപ്പം വേറെ ആനിമേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഡിറ്റക്റ്റീവ് കോണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റോറി ലൈനാണ്. ആ സ്റ്റോറി ലൈനിൽ നിന്നാണ് വരുന്നത്. സിറ്റി ഹണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു അത് വലുതാക്കാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. പക്ഷേ ബേസിക്കലി എൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അതായത് സ്റ്റോറിയുടെ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ്. ഈ മെർച്ചൻഡൈസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മെർച്ചൻഡൈസിൻ്റെ കാര്യമായിട്ടാണ് എനിക്ക് മെയിൻലി തോന്നുന്നത്. കാരണം പോക്കിമാൻ്റെ മെർച്ചൻഡൈസ് നീ എവിടെ കണ്ടിട്ടുണ്ട്? ഒരുമാതിരി എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ കിൻഡർ നമ്മളിപ്പോൾ പോയിട്ട് ഒരു കടയിൽ കയറി എടുത്ത അവിടെ ഫ്രോസൻ്റെ ഉണ്ട് അവിടെ ഇല്ലേ? ഇതേപോലെ തന്നെ പോക്കിമാൻ്റെ നമ്മളിപ്പം കണ്ട് ഓറിയോടത്. അതേപോലെ വേറെ എത്ര ബ്രാൻഡുകൾ ഈ പറഞ്ഞ നരൂറ്റോടത് ചെയ്യുന്നുണ്ട്, പോക്കിമാൻ്റെ ചെയ്യുന്നുണ്ട്, ഡ്രാഗൺ ബോൾസിയുടെ ചെയ്യുന്നുണ്ട്, നരൂറ്റോ ഈ പറഞ്ഞ വൺ പീസിൻ്റെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ നമ്മൾ ബ്ലാക്ക് ക്ലോവറിൻ്റെ കാണുന്നുണ്ടോ? മൈ ഹീറോ അക്കാഡമിയുടെ അത് കാണുന്നുണ്ടോ? ഈ പറഞ്ഞ JJKയുടെ കാണുന്നുണ്ടോ? മെർച്ചൻഡൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനത് നോക്കി. ഇപ്പം പോക്കിമാൻ അവിടെയുണ്ട് ഇവിടെയുണ്ട്, വൺ പീസിന്റെ അവിടെയുണ്ട് ഇവിടെ. പോക്കിമാനൊക്കെ അത്രയും ഫേമസ് ആണ്. അത് മാത്രമല്ല ഡിഫറെന്റ് ജനറേഷൻസിനെയാണ് പോക്കിമോൺ കേറ്റർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മള് കൊച്ചായിരിക്കുമ്പോ മുതൽ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ വരെ പോക്കിമോൺ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ അമ്മമാർക്ക് പിക്കാച്ചുവിനെ അറിയാം, ഗോകുവിനെ അറിയാം. പക്ഷെ ഇനിയുള്ള ഒരു ജനറേഷനിൽ എക്സെപ്റ്റ് അസ് ഇനിയുള്ള ഒരു ജനറേഷനിൽ നമ്മള് ഫസ്റ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ പിക്കാനുണ്ടെന്നുള്ളത്. ഇപ്പത്തെ ഒരു രീതിക്ക് കൺസ്യൂമിങ് മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും അറിയാവും ഗോകു നായർ അത് വരുന്നുണ്ട് സാസ്കെ എന്ന പിള്ളേർക്ക് പേരിടുന്നുണ്ട്. മുഹമ്മദ് ബിൻ സാസ്കെ. ഞാനൊരു വീഡിയോ ഉണ്ട്, ഈ ഫോട്ടോക്ക് 1 മില്യൺ ലൈക്ക് കിട്ടാന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഞാൻ ഗോക്കുന്ന് പേരിടും. അപ്പൊ അടുത്ത ഫോട്ടോ താങ്ക് യു ഗൈസ്. ഇല്ല, എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ മോളുടെ പേര് അക്കീറ എന്നാണ്. മോളുടെ പേര് അക്കീറ ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. ഞാൻ അഖീല എന്ന് കേട്ടിട്ടുണ്ട്. ആലോചിക്കില്ലേ ഹിറൂസൻ ചെറിയടത്ത് കക്കാശി നായർ, വടക്കേതിൽ സോറോ കൊള്ളാം. ഓക്കെ, അത് കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയുന്നത് ഇത് ഏറ്റവും ഭയങ്കര നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം. കൺസ്യൂമിങ് കൂടുതലാവുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ അന്ന് പോക്കിമോൻ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇപ്പൊ ഒരു സെറ്റ് ഓഫ് അത് TV-യിൽ വീക്കിലി അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു എപ്പിസോഡ് വെച്ചിട്ട് അവർ ഓരോന്നായിട്ട് കാണണം. അവരായിട്ട് ഡിസ്കവറി അവരെ മുമ്പേക്ക് എത്തുകയാണ്, അല്ലാതെ അവരായിട്ട് ഡിസ്കവറി അല്ല. നമുക്ക് ഡിസ്കവറിയുടെ ഓപ്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ അവിടെയുള്ള എല്ലാം കണ്ട്. അപ്പോൾ എന്തായി, ഇതെല്ലാം കൂടി മേടിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ അത് ബ്രെയിനിൽ വരുന്നില്ല. ഓക്കെ, ബ്രെയിൻ റോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ റോട്ടിന്റെ വേറൊരു സിനാറിയോ എന്ന് പറയുന്നത് പണ്ടത്തെ ആനിമയുടെ ആനിമേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കാമിങ് ആണ്. ലൈക്ക് നമുക്ക് ഒരു ഫുൾ സീൻ എടുക്കാൻ പറ്റുന്ന ഒരു ബ്രീതിങ് സ്പേസ് ഉണ്ട്. ഇപ്പോഴത്തെ ആനിമേഷൻ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മാറുന്നത്. ഐ തിങ്ക് ഇപ്പോഴത്തെ ആൾക്കാർക്കും ആ ഇൻസ്റ്റന്റ് ഇപ്പോഴത്തെ എല്ലാ വിഷ്വൽ മീഡിയസും ഈ പറഞ്ഞ കട്ട്സ് ഉണ്ട്. ബിക്കോസ് ദേ വാണ്ട് ടു എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എഡിറ്റിന് നല്ല വ്യത്യാസങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് പണ്ട് നമ്മുടെ സിനിമാ നടന്മാര് നായിക പ്രേമത്തിലാകുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ പോകുന്നു, സ്വിറ്റ്സർലൻഡിൽ നിന്ന് പാരീസിൽ പോകുന്നു, തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരൊറ്റ പ്ലേസിൽ
മറ്റേ റീലിന് പറ്റിയ രീതിയിൽ വരുമ്പോഴത്തേക്കും നായിക ബ്ലൗസിന്റെ കളർ കടകടകടകടകടേന്ന് മാറും. അതുപോലെ തന്നെ നീ പറഞ്ഞതിൽ പ്രസക്തിയുണ്ട്. എഡിറ്റ് ഇൻസ്റ്റാഗ്രാം ഇസ് ദ ബിഗ്ഗസ്റ്റ് ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് റൈറ്റ് നൗ. ഭയങ്കര ബാഡാണത്. ഭയങ്കര ബാഡാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ബ്ലോഗ്സ് ഉണ്ട്, ഇതിനു മുമ്പത്തെ പരിപാടി തന്നെ ബ്ലോഗുകളായിരുന്നു. അതിന് മുമ്പാണ് ഈ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. അത് എപ്പോഴും ഒരു മാസ് മീഡിയ എന്ന് പറഞ്ഞൊരു മീഡിയ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അത് എല്ലാ കാലത്തും നിൽക്കും. ഏത് മീഡിയ എന്നുള്ളത് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ട്വിറ്റർ ആണെങ്കിൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു, അതിന് മുമ്പാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ വ്ളോഗുകളായിരുന്നു, അതിന് മുമ്പ് ബ്ലോഗ് ആയിരുന്നു, അതിന് മുമ്പ് ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു, അതിന് മുമ്പ് മറ്റേ ഇല്ലറ്റ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറി വരും. അല്ല, ഈ ഓപ്ഷൻസ് കൂടുമ്പോ മാർക്കറ്റിംഗ് ഒരു കാര്യമുണ്ട്. അത് ഈ മാർക്കറ്റിങ്ങിന്റെ മേഖല നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഒരിക്കലും നശിക്കത്തില്ല. പ്രോഡക്റ്റ്സ് ഉള്ള കാലത്ത് ഈ പറഞ്ഞ മേടിക്കാൻ കൺസ്യൂമേഴ്സ് ഉള്ള കാലഘട്ടത്തോടെ എന്നൊക്കെ ഉണ്ടോ അന്നും എല്ലാം ഈ പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഡെയിലി മാർക്കറ്റിംഗ് മെത്തേഡ് മാറിക്കൊണ്ടേയിരിക്കും ചെയ്യും. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് സാധനം പൊളിറ്റിക്കൽ പാർട്ടി മാർക്കറ്റിംഗ് ആണ്, എല്ലാം മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ആനിമേഷൻ ആണെങ്കിൽ അടുത്തത് പറയുന്നത് ആനിമേഷൻ. ഡിഫറൻസ് ഇൻ ആനിമേഷൻ. ഞാൻ അതിലൊരു കുറച്ച് പോയിന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നിങ്ങൾ ആനിമെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ആനിമെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഒറ്റ എപ്പിസോഡിൽ പല രീതിക്കുള്ള ആനിമേഷൻ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആനിമേഷൻ മെയിൻ സ്ട്രീം ആനിമേറ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഡ്രോപ്പ് പോലെ തന്നെ പല രീതിക്കാണ് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ പല സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്ത പോലെ തോന്നും ഒരാനിമെ. ഉദാഹരണത്തിന് വൺ പീസ്, നിലവിൽ വൺ പീസ്, അതുപോലെ മാപ്പ സ്റ്റുഡിയോ ചെയ്യുന്ന പല ആനിമേസ്. ചെയിൻസോ മാൻ്റെ ചില എപ്പിസോഡ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. തോന്നിയതോ? ഞാൻ എന്ത് പറഞ്ഞു, അതിന് രണ്ടെണ്ണം ഓക്കെയാണ്. പക്ഷെ ചെയിൻസോ മാൻ അങ്ങനെയല്ല. ചെയിൻസോ മാന് ടൈം കുറവായിരുന്നു. ചെയിൻസോ മാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ CGI കൂടുതലാണ്. CGI കൂടുന്നത് അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടും അതുപോലെ ആനിമേറ്റ് ചെയ്ത് ബലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ്. പക്ഷേ സ്റ്റൈൽ ഡിഫറൻസസ് വരുന്നുണ്ടോ? സ്റ്റൈൽ ഡിഫറൻസ് ഇല്ല. 3D ആനിമേഷൻ കുറവാണ്. കണ്ട സീന് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ നോക്കിയിട്ട് എന്തായാലും പറയാം. വൺ പീസ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മാപ്പ ഓർ ടോയ് ആനിമേഷൻ അല്ലാന്ന് ഇവർ വർക്ക് ചെയ്യുന്നത് ഇത്രയും പ്രൊജക്റ്റുകൾ ചെയ്യാനുണ്ട്. ദേ ഹാവ് ലിമിറ്റഡ് ബഡ്ജറ്റ്. അതിനു മുമ്പ് സമയത്തിന് സാധനം എത്തണം. ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഫിലിപ്പീൻസ്, ചൈന ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ ഔട്ട്സോഴ്സ് ചെയ്യും. ഇത് പല കട്ട്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ റീസെന്റ് ഇറങ്ങിയ ടീബേറ്റ്. യെസ്, ഇത് ഔട്ട്സോഴ്സ് ചെയ്യും. ഇത് ഫസ്റ്റ് ചെയ്തിരുന്നത് മാർവൽ, DC ഇതുപോലുള്ള വലിയ വലിയ കോർപ്പറേറ്റ്സ് ആയിരുന്നു. അത് ആനിമയിൽ എത്തിയിട്ടുണ്ട്. ഇവരിത് ചെറിയ വിലക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇന്ത്യ, ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ ചൈന ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് കട്ട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആനിമയിൽ പല രീതിക്കായിട്ട് തോന്നും. അവർ നല്ലൊരു ഡയറക്ടറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് തോന്നും. ഈവൻ നമ്മൾ തന്നെ കഴിഞ്ഞ വൺ പീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നായിരുന്നു ആനിമെ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഈ ഒരു കാരണം. ആനിമേഷൻ കൺസിസ്റ്റൻ്റ് അല്ല. അത് നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഓരോ ഫ്രെയിം എടുത്താലോ എങ്ങനെയായാലും അത് മനസ്സിലാവും. റീസെൻ്റ്ലി 2 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ 2 എപ്പിസോഡിൽ 2 ആനിമേഷൻ സ്റ്റൈലാണ്. ആനിമേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്ട്രാ. ഫോർ എക്സാമ്പിൾ ഗിബ്ലിയുടെ ഒരു സ്റ്റൈലാണ്. ഓക്കെ പക്ഷേ ഡീമൺ സ്ലെയറിന്റെ വേറൊരു സ്റ്റൈലാണ്. വൺ പീസിൽ എപ്പോഴും കൺസിസ്റ്റന്റ് സ്റ്റൈൽ ഉണ്ട്. ഞാൻ സ്റ്റൈലുണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഈ ഒരു ഇതല്ല, ലൈക്ക് കളർ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് യൂസ് ചെയ്യുന്ന അതല്ല, ആർട്ട് വൈസ് മാറുന്നുണ്ട്. ഞാൻ പറ്റിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2-3 ഫോട്ടോസ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എഗ്ഗഡ് നടക്കുമ്പോൾ എഗ്ഗഡിൽ കാണിച്ചതും അതുപോലെ തന്നെ ഗാർപ്പ് വേഴ്സസ് കുസാങ് കാണിച്ചതും ആനിമേഷൻ ഡിഫറൻസ് ഉണ്ട്. എഗ്ഗഡ് നടക്കുമ്പോൾ എഗ്ഗഡിലെ ആനിമേഷനും എഗ്ഗഡിൽ നടക്കുന്ന ആനിമേഷനും ഗാർപ്പ് വേഴ്സസ് കുസാങ് ഫൈറ്റ് നടക്കുമ്പോഴുള്ള ആനിമേഷനും വ്യത്യാസമുണ്ട്.
അതിൽ തന്നെ ഗാർപ്പ് വേഴ്സസ് കുസാന്റെ ബാക്ക് സ്റ്റോറി പറയുന്ന അനിമേഷന് ഡിഫറൻസ് ഉണ്ട്. ബാക്ക് സ്റ്റോറി ഡിഫറൻസ് ഉണ്ട്. ബാക്ക് സ്റ്റോറിക്ക് ഫ്രെയിം റേറ്റും ഇതും വ്യത്യാസമുണ്ട്. ഫ്രെയിം റേറ്റും വ്യത്യാസമുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. സ്റ്റോറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അല്ല, ബാക്ക് സ്റ്റോറി അങ്ങനെ ആക്കുന്നത് മനഃപൂർവ്വമാണ്. ഇപ്പൊ കൂമയുടെ സ്റ്റോറി അങ്ങനെ ആക്കുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കൂമയുടെ സ്റ്റോറി മാങ്കയിൽ വരച്ചിരിക്കുന്നതിൽ പോലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടോ വരച്ചേക്കുന്നത്. അത് വളരെ ഈ പറഞ്ഞ എലാബറേറ്റഡ് ഡ്രോയിങ് അല്ല, ഫാസ്റ്റായിട്ട് സ്റ്റോറി കൺവിൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ആനിമേഷനിൽ എപ്പോഴും ആർട്ട് സ്റ്റൈലിനകത്ത് ഈ പറഞ്ഞ വൺ പീസിന് എപ്പോഴും ഒരു സിഗ്നേച്ചർ ആർട്ട് സ്റ്റൈലുണ്ട്. അതാണ് പല ആൾക്കാർക്കും പിടിക്കാത്തത്. ഈ പറഞ്ഞ നരൂട്ടോയ്ക്കാണെങ്കിലും ഈ ഒരു ആർട്ട് സ്റ്റൈലിനകത്ത് സിമിലർ ഒരു സെയിം വേവ് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സംഭവം കൊണ്ട് ഉണ്ടാവുന്ന രണ്ട് സംഭവം, ഒന്ന് ക്വാളിറ്റി ഡ്രോപ്പ് ആണ്. ക്വാളിറ്റി ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്, ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. ഇതിന് ക്വാളിറ്റി ഡ്രോപ്പും ഇത് തന്നെ ലൈക്ക് ചില ഫ്രെയിംസിൽ ക്വാളിറ്റി കൊള്ളാം, നല്ല അടിപൊളി അനിമേഷനാണ്, ചിലതിൽ അനിമേഷൻ കൂടുതല. നീ അത് അത് കറക്റ്റാ. ഈ സാധനമാണ് ഈ പറയുന്ന ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്നത്. പകരം പഴയ ഓൾഡ് ജെൻ അനിമേസ് ചെയ്യുന്നത് അവർക്കൊരു ടീമുണ്ട്. അവർ അറ്റ് എ ടൈം ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യും. ആ പ്രൊജക്റ്റ് ഈ ടീമിനെ കൊണ്ട് മാത്രം ചെയ്യും. അത് ചില അനിമേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീമിൽ ഒരു അനിമയ്ക്ക് ഒരു ടീം മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അനിമ കഴിയുന്നവരെ ആ ടീം മെമ്പേഴ്സ് അതിന് ആനിമേഷനിലെ ഡിഫറൻസ് ഓൾഡ് വേഴ്സസ് ന്യൂ ആനിമേഷൻ, ആനിമയിലെ ആനിമേഷൻസിന്റെ ഡിഫറൻസ് എനിക്ക് തോന്നുന്നു ആനിമേഷൻ അതിനൊക്കെ രണ്ട് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇത് ഹാജുമാനോ ഇപ്പോയും ഹൈക്യൂ. ബാക്കി അനിമ അല്ല ഹൈക്യൂ. ഓക്കെ, ബാക്കി ഇൻമൈസ് ഡിഫറെന്റ് ഹോൾ അനദർ സ്റ്റോറി. ഇത് രണ്ട് മുഷക്കോ ഒന്ന് മാത്രം വരുന്നതാണ്. ഹജിമേനോ ഇപ്പോയും ഹൈക്യൂ ഞാൻ ആക്ച്വലി കട്ട് സീൻസ് കണ്ടിട്ടുള്ളൂ. അതാണ് എനിക്ക് ആനിമേഷൻ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഹാജിമേനോ ഞാൻ ഹാജിമേനോ ഇപ്പം ബാക്കിയും തമ്മിലുള്ളൊരു ബാക്കിയും കങ്കനേശ്വരൊക്കെ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ആർട്ട് സ്റ്റൈലോ കമ്പയറബിൾ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പോഴത്തെ ഒരു ഡീമൺ സ്ലേയറിന് ശേഷമുള്ളൊരു ആനിമേഷൻ സ്റ്റൈലുകളുണ്ടല്ലോ, ലൈക്ക് ഫ്ലൂയിഡിറ്റിയുടെ ഒരു കേസ്, രണ്ടെന്ന് പറഞ്ഞാൽ കളർ സ്കീം, മൂന്ന് ഐ തിങ്ക് അത് ഡീമൺ സ്ലേയർ എന്നൊരു ആനിമയുടെ വിഷ്വൽസ് ആനിമയ്ക്ക് ശേഷമാണ് ഐ തിങ്ക് സ്റ്റുഡിയോസ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഗിവിംഗ്. ഈ കളർ സ്കീം ഇങ്ങനെ കൊണ്ടുവരുന്നതിനകത്ത് അതിന് മുമ്പേ ഉണ്ട് ഫേറ്റ് സീറോ, ഫേറ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഫേമസ് ആവുന്നത് ഡീമൺ സ്ലേയർ എന്നാണ്. ഫേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ഒരു വൺ പഞ്ച് മാൻ ഉണ്ട്. കളറിന്റെ മറ്റേ അതിപ്രസരം തുടങ്ങി. ഡീമൺ സ്ലേയർ ആണെന്ന് ഫേമസ് ആവുന്നത് ഭയങ്കര ഡീമൺ സ്ലെയർ അത്ര ഭയങ്കര സിമ്പിൾ ഒരു അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നീഡായിട്ട് മാറി. അതായത് ഒരു ആനിമ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര ആനിമേഷൻ ഇത്രയെങ്കിലും ഇതെങ്കിലും നിങ്ങൾ മെറ്റ് ചെയ്തിരിക്കണം, മെറ്റ് ചെയ്യണം എന്നുള്ളൊരു ബാർ കൊണ്ടുവരുന്നത് ഡീമൺ സ്ലെയർ ആണ്. പക്ഷെ അത് ആദ്യമായിട്ട് ഉണ്ടോ ഡീമൺ സ്ലെയർ ആണ്. ഈവൻ കൊറോണ ടൈമിൽ ഡീമൺ സ്ലെയർ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ആ ടൈമിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത്, കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്ത മൂവി മൂഗൻ ട്രെയിൻ ആയിരുന്നു. ഈ പറഞ്ഞ പഴയ ആനിമേഷനകത്ത് ആൾക്കാരെ വരയ്ക്കുന്നത് ആൾക്കാരായിട്ട് തന്നെയാണ്. ഓക്കെ ഹാജിമേനോ ഇപ്പോഴാണെങ്കിൽ ഒരാളുടെ മൂക്ക് നോക്കിയാൽ അത് മനുഷ്യന്റെ മൂക്ക് തന്നെയാണ്. മുടി നോക്കി കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ മുടി തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ ദേ ആർ ഓൾ ക്യാറ്റ് ഫേസ്ഡ്. ക്യാറ്റിന്റെ രീതിയിലാണ്. സൈഡ് ക്യാരക്ടേഴ്സ് ഇൻ ദ സെൻസ് NPCസിനൊന്നും ഫേസ് ഇല്ല. NPCന് ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സിന് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ക്യാരക്ടേഴ്സിനൊന്നും ഫേസ് ഇല്ല പലപ്പോഴും. മറ്റേ ഇതിന്റെ ആവശ്യമുണ്ടോ, റെലവെന്റ് അല്ല എന്നുള്ളൊരു തോന്നല്. ഓരോ ഫ്രെയിമിലും ഇടുന്ന എഫേർട്ട് കുറവാണ്. അത് വ്യത്യാസം എന്താ അറിയോ, പണ്ടത്തെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ബ്ലാക്ക് ലോറിലുള്ളൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ മുടി മാറ്റി താടി ഉണ്ടെങ്കിൽ താടി മാറ്റിയിട്ട് വേറൊരു താടിയും വേറൊരു മുടിയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ JJK ചിലപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് പറയാം. അതായത് ഫേസിന്റെ ഫേസ് ആംഗിൾസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. മറ്റേ JJKയിലെ തോടോന്റെ ഹെയർ സ്റ്റൈല് മാറ്റിയിട്ട് തോജിയുടെ ഹെയർ ഫേസ് വെച്ചപ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് ഇപ്പം വേണമെങ്കിൽ ഒരു ഇച്ചിരി ഡിഫറൻസ് വരുത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യാമിയുടെ കണക്ക് ഇരിക്കും വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ തന്നെ. അങ്ങനെ പല ക്യാരക്ടേഴ്സിന് നമുക്ക് ഒരു ഫേസിൽ തന്നെ അഡപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫേഷ്യൽ
നിങ്ങളുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് സിമിലർ വരയ്ക്കുന്നത് ഒരു സിമിലർ, എല്ലാത്തിനും സിമിലർ ആയിട്ട് തന്നെയാണ്. പക്ഷെ പഴയ എടുത്തുകൊണ്ട് ഇപ്പോൾ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ആനിമെ, മോൺസ്റ്റർ എന്ന് പറഞ്ഞ ആനിമയുടെ ആ മുടി മാറ്റിയിട്ട് വേറൊരു ക്യാരക്ടർ വെച്ചാൽ അത് വർക്കാവത്തില്ല ഇവിടെ. കാരണം അത് ഓരോ ക്യാരക്ടറും ദേ ആർ ഡിഫറെൻറ്റ്. ആ ഒരു ആനിമേറ്ററിൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായിട്ടായിരിക്കും അത് പുറത്തു വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഗിബ്ലി സ്റ്റിൽ മെയിൻറ്റെയിൻസ് ഇറ്റ്. ഒരു രീതിയിലും അവർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പ്രോപ്പർ ഈ പണ്ടത്തെ ഉണ്ടായിരുന്നു പേപ്പർ ഡ്രോൺ ആനിമേഷൻ, അതുപോലെ ഹാൻഡ് ഡ്രോൺ ആയിരുന്നു കൂടുതൽ. ഇപ്പോൾ CG ആണല്ലോ, CG ചെയ്യുന്നുണ്ട്, ബട്ട് ഹാൻഡ് ഡ്രോണും ഉണ്ട്, ബട്ട് അത് ഡിജിറ്റലാണ്. മറ്റേത് പേപ്പർ ഡ്രോൺ ആയിരുന്നു. ഡിജിറ്റൽ ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫേസ് സ്ട്രക്ചേഴ്സ്, ഈ ഒരു ചിൻ പോർഷൻസ്, അതുപോലെ നോസ്, ഐ, ഈ സാധനങ്ങളൊക്കെ അസറ്റ്സ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത് കമ്പൈൻ ചെയ്തിട്ട് പല ക്യാരക്ടർ ആകും. സോ ഒരു അനിമയൊക്കെ കുറച്ച് അസറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ആൻഡ് പ്രീസെറ്റ് ഈ സാധനം സെറ്റ് ചെയ്യും. പക്ഷെ പണ്ടത്തെ അനിമയൊക്കെ അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു സംഭവത്തിന് പ്രോപ്പറായിട്ട് എല്ലാത്തിലും കാണാൻ പറ്റും. ഇപ്പോൾ വൺ പീസിൽ അത് കൂടുതലായിട്ട് വന്നു. അത് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലേ, കുഴപ്പമാണ്, അത് കുഴപ്പമാണ്. അതിലൊരു ഗ്രാഫിക് ഡിസൈനറാണ്. സോ അവൻ പറയുന്നതിനെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ വ്യക്തമായി ഇവിടെ പറയുന്നത്. And if you have different opinions, please do feel to comment. നിങ്ങൾക്ക് ഒരു അനിമ അവർ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പണ്ടത്തെ രീതിക്ക് പണ്ട് അവർ ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു സ്റ്റൈല് സെറ്റ് ചെയ്യും, അനിമ ഡ്രോയിങ് സ്റ്റൈല് സെറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അസറ്റ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, എത്ര സ്ട്രോക്ക് യൂസ് ചെയ്യണം, ഈ സാധനം, ഇതുപോലുള്ള സാധനങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും, ഇതിൽ പുതിയതായിട്ടൊന്നും തോന്നില്ല. ആ ഒരു സംഭവമുണ്ട്. ഹജ്മേനോ ഇപ്പോഴൊരു പഞ്ചിന് നമുക്ക് വരച്ച് കാണും, ഫ്രെയിംസ് ഉണ്ട്. ഹജ്മേനോ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആദ്യം ഈ ഇമ്പാക്ട് ഫ്രെയിം ഉള്ള അനിമകളിലൊക്കെ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തത് ഹജ്മേനോ ഇപ്പോ ഇഷ്ടംമാതിരി ഇമ്പാക്ട് ഫ്രെയിംസ് ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് വെച്ചേക്കെയാണ്. അല്ലാതെ ഇപ്പം ഈ വൺ പീസിലൊക്കെ പലപ്പോഴും ആവശ്യമില്ലാത്തതൊക്കെ ഇമ്പാക്ട് ഫ്രെയിംസ് വരുന്നുണ്ട്. പുതിയതില് ലാസ്റ്റ് എപ്പിസോഡ് ബിക്കോസ് ഐ തിങ്ക് ഇപ്പൊ കൂടുതലും വൺ പീസ് ഓഡിയൻസിനെ കേറ്റർ ചെയ്യാനാണ് നോക്കുന്നത് റാദർ ദാൻ മെയിൻറ്റെയിൻ അവരുടെ ഇന്റഗ്രിറ്റി. അങ്ങനെയൊന്നും പറയാനല്ല, ഇപ്പൊ നിലവിൽ അനിമേ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഈ പറഞ്ഞ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതും ചെയ്തോട്ടെ. മറ്റേ ഫാൻ സർവീസും ഉണ്ട് നല്ല രീതിയിൽ. പണ്ട് ഫാൻ സർവീസ് അത്ര ഇല്ലായിരുന്നു. ആനിമേ വാസ് ആൻ ആർട്ട്, ഇറ്റ് വാസ് എ വേ ഓഫ് എക്സ്പ്രഷൻ, ഇറ്റ് വാസ് പുട്ടിങ് തിങ്സ് ഫോർവേഡ്, ഐഡിയാസിനെ മറ്റേ ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഫോറമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കാശ് വരിക എന്നുള്ളൊരു കമേഴ്ഷ്യലൈസേഷൻ ഉണ്ട്, അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഔട്ട്സോഴ്സിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സിംപ്ലി ഇപ്പൊ നിനക്ക് മോൺസ്റ്ററിനകത്തുള്ളൊരു ക്യാരക്ടറിനെ ഫോട്ടോ കാണിച്ചു തരാം. ഈ മോൺസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ക്യാരക്ടറിനെ കാണുമ്പോഴത്തേക്കും അറിയാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മാറ്റിയിട്ട് ക്യാരക്ടറിനെ മാത്രം കാണിക്കുക. അപ്പോഴത്തേക്ക് അറിയാം ഇത് മോൺസ്റ്റർ അല്ല, ഇന്നാള്. ഒരു കാര്യം പറയട്ടെ, പറയും. പക്ഷെ നിനക്ക് ഒരു 10 ക്യാരക്ടറിനല്ല ബാക്ക്ഗ്രൗണ്ട് കാണിച്ചാൽ മനസ്സിലാവും ഏത് അനിമയെന്നുള്ളത്. നീ ഇപ്പം ഇസക്കായി പക്ഷെ നീ കാണിക്കുന്നത് പഴയ ആനിമേസിൽ when you see the background you know which anime it was. ഇപ്പത്തെ ആനിമയിൽ അത് മനസ്സിലാവില്ല. എല്ലാം ഭയങ്കര ഇപ്പം ഞാൻ അപ്പോത്തിക്കറി ഡയറീസ് നോക്കിയപ്പോഴത്തേക്കും പണ്ടൊരു ഷോജൻ ആനിമ ഉണ്ടായിരുന്നു, അതുപോലെ ഇരിക്കും. ലൈക്ക് സെയിം ആനിമയുടെ ഫ്രെയിംസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ സെയിം എറയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാരക്ടേഴ്സ് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ഇപ്പത്തെ കുറെ കാലത്തിന് ശേഷം എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആനിമ അപ്പോത്തിക്കറി ഡയറീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡ്രാഗൺ ബോൾസിൽ ഒരു ഫ്രെയിം ക്യാരക്ടർ ഇല്ലെങ്കിൽ നമുക്കറിയാം. അല്ല, ആ ക്യാരക്ടറിനെ കാണിച്ചിരിക്കട്ടെ, ഏതെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സൈഡ് ക്യാരക്ടറിനെ കാണിച്ചിരിക്കട്ടെ, എങ്കിലും നമുക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ ഏതാന്ന്. അല്ല, ഇത് അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾസിൽ ഫേഷ്യൽ സ്ട്രക്ചേഴ്സും ബോഡി സ്ട്രക്ചേഴ്സും സിമിലർ ആയിരുന്നില്ലേ പോലും, സിമിലർ ആയിരുന്നെങ്കിൽ പോലും ഈവൻ ഇഫ് വി ചേഞ്ച് ദ ഹെയർ സ്റ്റൈൽ ഓർ സ്റ്റഫ് വി നോ ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ഇന്ന ആള്. അതായത് ഗോകുന്റെ ഹെയർ സ്റ്റൈൽ എടുത്ത് വെജിറ്റയ്ക്ക് വെച്ച വെജിറ്റ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഈ ഫേഷ്യൽ സ്ട്രക്ചർ സെയിം ആണെങ്കിലും ഫേഷ്യൽ ആട്രിബ്യൂട്ട്സ് ഡിഫറെന്റ് ആണ്. ഈ പിരികം, കണ്ണ്, ജോ ലൈൻസ്, ഈ ഗോഹാന്റെ ഹെയർ സ്റ്റൈൽ എടുത്ത് ഗോകുന് വെച്ച് ഗോകുന്റെ ഹെയർ സ്റ്റൈൽ ഗോഹാന് വെച്ച പോലെ സിമ്പിളി പറയുകയാണെങ്കിൽ അതിനകത്ത് സർക്കിൾ ഫേസ് ഷേപ്പ് ഉള്ള ആരുമില്ല. ഈ പറഞ്ഞ